ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവർ 1 മാസം കഴിയുമ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ടോ? 6 മാസമാകുമ്പോൾ അവർ ഇരിക്കുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് മുട്ടുകുത്തി എഴയുന്നുണ്ടോ? നടക്കുന്നുണ്ടോ? ഈ ഒരു ഡെവലപ്മെൻ്റൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അമ്മമാർക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്. ഇവയൊക്കെ നടന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? ആരെയാണ് നമ്മൾ കാണിക്കേണ്ടത്? എന്നോടൊപ്പം ഉള്ളത് ഡെവലപ്മെൻ്റൽ തെറാപ്പിസ്റ്റ് സ്വപ്ന, നിംസ് ഹോസ്പിറ്റൽ. വെൽക്കം ടു ദ ഷോ. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നോർമൽ ഡെവലപ്മെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ അബ്നോർമലായിട്ട് ഡെവലപ്മെൻറ്റ് ആകാറുമുണ്ട്. പക്ഷെ അമ്മമാർക്ക് അറിയാൻ പറ്റില്ല ഇതൊക്കെ ഏതൊക്കെ ടൈമിലാണ്, എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് വരുന്നതെന്നുള്ളത്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമുക്ക് നോർമൽ ഡെവലപ്മെൻറ്റ് ആദ്യം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നോർമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ഉടനെ ഈ പറഞ്ഞ പോലെ 2 മാസം ആകുമ്പം മുഖത്ത് നോക്കി ചിരിക്കണം, 4 മാസം ആകുമ്പം കഴുത്തുറയ്ക്കണം. അങ്ങനെ ഓരോ പ്രായത്തിലും ഒരു കുട്ടി അച്ചീവ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് മൈൽ സ്റ്റോൺസ് ഉണ്ടാകും. അപ്പോൾ അത് ഏജ് അപ്രോപ്രിയേറ്റ് ആണോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ എല്ലാ അമ്മമാരുടെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പം നോർമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 1 വയസ്സ് വരെയുള്ള ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ 2 മാസം ആകുമ്പോൾ മുഖത്ത് നോക്കി ചിരിക്കുക, 4 മാസം ആകുമ്പം കഴുത്തുറയ്ക്കുക, 8 മാസം ആകുമ്പോഴത്തേക്ക് തന്നെ എണീറ്റിരിക്കുക, then 1 വയസ്സാകുമ്പോഴത്തേക്ക് പിടിച്ച് നടക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കൈവിട്ട് 1-2 സ്റ്റെപ്പ് നടക്കുക. ഇതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 18 മന്ത്സ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ കുട്ടികളും അമ്മമാരോട് മീൻസ് കുട്ടിയുടെ ലോകത്തല്ല എന്നുള്ളത് ഉറപ്പിക്കണം. മീൻസ് അവൻ്റെ ലോകത്തിട്ടല്ല എന്നുള്ളത് ഉറപ്പിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് സോഷ്യലൈസേഷൻ ഓക്കെയാണ്, കമ്മ്യൂണിക്കേഷൻ ഓക്കെയാണ് കുട്ടീൻ്റെത്, അവൻ്റെ ലോകത്തല്ല എന്നുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ കുഞ്ഞ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതാണ് നമ്മൾ 1 വയസ്സ് വരെ നോക്കുമ്പോഴത്തേക്കുള്ള നോർമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിലൊരു അബ്നോർമാലിറ്റീസ് വരുന്നത് എപ്പോഴാണ്? അതെങ്ങനെയാണ്? ആരെയാണ് അപ്പോൾ പെട്ടെന്ന് അമ്മമാർ കൺസൾട്ട് ചെയ്യേണ്ടത്? നമുക്ക് അതിന് നമ്മൾ ഡെവലപ്മെന്റൽ ഡിലേ എന്നാ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഓരോ കുട്ടികളും ജനിക്കുന്ന സമയത്ത് ഒത്തിരി പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടായിരിക്കാം, ജനിക്കുമ്പോൾ വെയിറ്റ് കുറഞ്ഞ കുട്ടികളുണ്ടായിരിക്കാം, മാസം തികയാണ്ട് ജനിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് ജനിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് മീൻസ് നമ്മൾ എല്ലാ പേരും ചോദിക്കുന്ന ജനിച്ച ഉടനെ കുട്ടി കരഞ്ഞായിരുന്നോ, ബർത്ത് വെയിറ്റ് എത്രയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ജനിച്ച ഉടനെ കരയാണ്ടിരിക്കുക, ദെൻ വെയിറ്റ് കുറഞ്ഞ് ജനിക്കുക, അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുക, ബ്ലഡിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ, ബ്രെയിൻ ഇൻഫെക്ഷൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ജനിക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായാൽ നമുക്ക് അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഡെവലപ്മെൻ്റൽ ഡിലേ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ എന്നുള്ളതാണ് നമ്മുടെ സ്റ്റഡീസ് തെളിയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ നോർമൽ കുട്ടീനെ കെയർ ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഒരു കെയർ നമുക്ക് വേണ്ടി വരും. അപ്പോൾ മെയിനായിട്ട് അമ്മമാർക്ക് ഇതെങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു ക്വറി. കാരണം ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണ്, ഓരോ കുട്ടീൻ്റെ ഡെവലപ്മെൻറ്റും വ്യത്യസ്തമാണ്. ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് 4 മാസം ആകുമ്പോൾ കഴുത്തുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറൊരു കുട്ടിക്ക് ചിലപ്പോൾ ഒരു 6 മന്ത്സ് ആകുമ്പോഴത്തേക്കായിരിക്കും ഹെഡ് കൺട്രോൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ജനിക്കുന്ന സമയത്ത് എല്ലാ ഹോസ്പിറ്റൽസിൽ നിന്നും നമ്മൾ ഡെവലപ്മെൻ്റൽ ഒബ്സർവേഷൻ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ മേജർ മൈൽ സ്റ്റോൺസ് ഞാൻ നേരത്തെ പറഞ്ഞ 18 മന്ത്സ് വരെയുള്ള മേജർ മൈൽ സ്റ്റോൺസ് നമ്മളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2 മാസം കഴുത്തുറയ്ക്കുന്നു, 4 മാസം മുഖത്ത് നോക്കി ചിരിക്കുന്നു, 4 മാസം കഴുത്തുറയ്ക്കുന്നു, 8 മാസം തന്നെ എണീറ്റിരിക്കുന്നു, 1 വയസ്സാകുമ്പോഴത്തേക്ക് വിത്തൗട്ട് സപ്പോർട്ട് വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ഓരോ അമ്മയ്ക്കും നമുക്ക് നോക്കാം, ഓരോ മാസത്തിലും എൻ്റെ കുട്ടി ഇതെല്ലാം അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇതിലെന്തെങ്കിലും നമുക്ക് കാലതാമസം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ളത് മൈൻഡിൽ വെക്കാണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഡെവലപ്മെൻ്റൽ പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ട് കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെയുള്ള തെറാപ്പികളൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്? ഈ ഒരു ഏജിലുള്ള കുട്ടികളെ മാനേജ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കില്ല, കാരണം അവർക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവുന്ന ഏജേ അല്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു തെറാപ്പിയൊക്കെ കൊടുക്കുന്നത്? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിനിക്കിലോട്ട് ഡെവലപ്മെൻ്റൽ പീഡിയാട്രീഷ്യൻ്റെ കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് നമ്മൾ നോർമൽ ഡെവലപ്മെൻ്റൽ അസസ്മെൻറ്റ് കുട്ടികളുടെ നോക്കാറുണ്ട്. ആ ഡെവലപ്മെൻ്റൽ അസസ്മെൻറ്റിന് ചെയ്യുന്ന സമയത്ത് ആ പ്രായത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുഞ്ഞ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഏർലി ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യും.
അപ്പോൾ ഫോർ എക്സാമ്പിൾ 4 months ആയിട്ടുള്ള ഒരു 6 months കുട്ടി നമ്മുടെ അടുത്തോട്ട് വന്നു. ഹെഡ് കൺട്രോൾ ഒട്ടും അച്ചീവ് ചെയ്തിട്ടില്ല. നമുക്ക് ഒട്ടുവേ ഇങ്ങനെ പോലും തോളത്ത് പോലും എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഒട്ടുവേ ഹെഡ് കൺട്രോൾ അറ്റൈൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഡെവലപ്മെന്റൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യും. ഡെവലപ്മെന്റൽ തെറാപ്പി ഫോർ ഹെഡ് കൺട്രോൾ. അപ്പോൾ കഴുത്തുറയ്ക്കുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും? അപ്പോൾ നമ്മുടെ ക്ലിനിക്ക് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് നമ്മൾ കുട്ടികൾ ചെയ്യും, അത് നമ്മൾ അമ്മമാരെ പഠിപ്പിക്കും. പാരൻസ് ആണ് നമ്മുടെ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് സെന്ററിൽ ഒരു 45 minutes മാക്സിമം 1 hour കിട്ടത്തുള്ളൂ. ബാക്കി ടൈം അത്രയും കുഞ്ഞ് അമ്മേന്റെ കൂടെയാ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി സമയം അമ്മ വീട്ടിൽ പോയി പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ചില കുട്ടികൾക്ക് 4 months ആകുമ്പോൾ കൺട്രോൾ കിട്ടും, നെക്ക് കൺട്രോൾ കിട്ടുമെന്ന് പറഞ്ഞു. ചില പേർക്ക് 6 months ആവും എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ചോദ്യമുണ്ട്. അതായത് ഇപ്പോൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഡെവലപ്മെന്റ്സ് കാണിക്കും, എന്നാൽ ആൺകുട്ടികളാണെങ്കിൽ കുറച്ച് ഡിലേ വരും എന്ന് പറയാറുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അത് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ കേട്ട് വരുന്ന ഒരു സംഭവം. ആൺകുട്ടികളാകുമ്പോഴത്തേക്ക് കുറച്ച് പിന്നോട്ടൊക്കെ ആയിരിക്കും, പെൺകുട്ടികളാകുമ്പോഴത്തേക്ക് ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളത്. അതിൽ ഒരു സത്യാവസ്ഥ ഇല്ലെന്നുള്ളതാണ് വാസ്തവം. കാരണം ഡെവലപ്മെന്റ് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഒരേപോലെ പോകുന്നത്. പിന്നെ ജനിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രോബ്ലംസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡെവലപ്മെന്റൽ എത്രത്തോളം ഫാസ്റ്റായിട്ട് പോകുന്നു എന്നുള്ളത്. അപ്പം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു ഡെവലപ്മെന്റൽ ഡിലേ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം ഒരു പ്രായത്തിനനുസരിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഒരു കുട്ടി ചെയ്യുന്നില്ല എന്ന് അമ്മമാർക്ക് തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കൺസൾട്ടേഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ പൊതുവേ നമ്മൾ കേൾക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ലേറ്റായിട്ടേ സംസാരിക്കത്തുള്ളൂ, പെൺകുട്ടികളാകുമ്പോൾ ഫാസ്റ്റായിട്ട് സംസാരിക്കും, അച്ഛൻ ലേറ്റായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ലേറ്റായിട്ട് സംസാരിക്കും. അങ്ങനെയുള്ള കുറേ മിത്തുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം അതൊന്നും വാസ്തവമല്ല എന്നുള്ളതാണ് സത്യം. അപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കുഞ്ഞിന് അമ്മയ്ക്ക് ഫീൽ ചെയ്താൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പോവുക. ഇൻ കേസ് ഇപ്പോൾ ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കാണിക്കുന്ന പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പോയിട്ട് കുഞ്ഞിന് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഡോക്ടറോട് പീഡിയാട്രീഷ്യനോട് സംസാരിക്കാം. ഡോക്ടർ അത് വേണ്ട വിധത്തിൽ എന്താണെന്നുള്ളത് അമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുന്നതാണ്. ഒരു ഡൗട്ട്, ഈ ഒരു പ്രീമച്വർ ബേബീസ് ആയിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് ഇത് ഡിലേ വരും എന്ന് പറഞ്ഞിട്ട് അമ്മമാര് തന്നെ മനസ്സങ്ങ് അങ്ങനെ തന്നെ ആക്കി വെക്കും. ഓക്കെ, എൻ്റെ പ്രീമച്വർ ആയതുകൊണ്ടാണ് ഈ ഡിലേസ് വരുന്നത് എന്നുള്ള രീതിയിൽ അവർക്കൊരു ഡെവലപ്മെന്റൽ കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കുന്ന അമ്മമാരോട് എന്തായിരിക്കും പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടി നേരത്തെ ജനിച്ചു എന്ന് അതാണ് നമ്മൾ പ്രീ ടൈം എന്ന് പറഞ്ഞു. മാസം തികയുന്നതിന് മുന്നേ കുഞ്ഞ് പുറത്ത് വരിക എന്നുള്ളത്. അപ്പോൾ പുറത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് മാസം തികയാണ്ട കുട്ടി പുറത്ത് വരുന്നത്. അപ്പം നമുക്ക് ആ കുഞ്ഞിന് അത്രയും ഒരു ടൈം കൊടുക്കണം. പക്ഷേ നമ്മൾ അതിനോടൊപ്പം കുട്ടി റെഡിയാകും എന്ന് വെച്ചുകൊണ്ടിരിക്കാണ്ട് നമുക്ക് ഏർലി ആയിട്ട് നമുക്ക് എന്തൊക്കെ കുഞ്ഞിന് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത് മാക്സിമം പാരൻസ് ആ ഒരു എക്സ്പോഷർ കുട്ടിക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ നോർമൽ കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ കെയർ നമ്മൾ ഇങ്ങനെയുള്ള പ്രീമച്വർ ബേബീസിന് കൊടുക്കണം. കാരണം കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളിലും. ഇങ്ങനെ കാരണം പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ മെഡിക്കൽ പരമായിട്ടാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കെയർ ഗ്രോത്തിൻ്റെ കാര്യത്തിലായാലും ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും പ്രീമച്വർ ബേബീസ് ആൻഡ് ലോ ബർത്ത് വെയ്റ്റ് ബേബീസിന് നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കത് റെഡിയാകും, നമുക്കത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് പ്രോപ്പറായിട്ട് ക്ലിനിക്കിൽ പോയിട്ട് തെറാപ്പിസ്റ്റ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാക്സിമം അമ്മേൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വീട്ടിൽ പോയി ചെയ്ത് കൊടുത്താൽ നമുക്ക് മാക്സിമം കുട്ടീനെ ഡെവലപ്മെൻ്റൽ ഡിലേ പോകാണ്ട് നമുക്ക് നേരത്തെ അതങ്ങോട്ട് ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. കുട്ടികളുടെ ഡെവലപ്മെന്റ് ഇഷ്യൂസിനെ കുറിച്ചും അവർക്ക് വരുന്ന ഡിലേയെ കുറിച്ചും അവരെ എങ്ങനെ മിടുക്കരാക്കി എടുക്കാം എന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു ഇപ്പോൾ സംസാരിച്ചത്. മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.